സോ സ്പെയിൻ വേഴ്സസ് ബെൽജിയം മാച്ച്. ഈ ഒരു മാച്ചിനെ കുറിച്ച് എന്താ പറയുക, ആസ് യൂഷ്വൽ സ്പെയിൻ എങ്ങനെയാണോ ഈ ഒരു വേൾഡ് കപ്പിൽ മാച്ചുകൾ കൊണ്ടുപോയത്, ആ ഒരു റിതം കൊണ്ടുപോയത്, അതുപോലെ തന്നെ ബെൽജിയത്തിനെ കൂടി പരാജയപ്പെടുത്തി. ബെൽജിയത്തിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പോയിന്റ് 70-75 മിനിറ്റ് ആയ സമയത്ത് അവർക്ക് അവരുടെ ഫസ്റ്റ് ഗോൾ കീപ്പർ തിബോ കോർട്ടുവ പുള്ളിയെ ഇഞ്ചുറി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പറാണ് പുള്ളിയാണ് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോർട്ടുവ കാണിക്കുന്ന ആ ഒരു ക്ലാസ്, ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെച്ചിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ ആ ഗോൾ കീപ്പറിങ്ങിൽ ബെൽജിയത്തിൽ കുറച്ച് കാര്യങ്ങളായി കോർട്ടുവ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ 2018 ബ്രസീലിനെതിരെ ക്വാർട്ടർ ഫൈനലിലായാലും അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട് തിബോ കോർട്ടുവയ്ക്ക് ബെൽജിയത്തിൻ്റെ ആ ഒരു ഗോൾ കീപ്പർ ജേഴ്സിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം ഈ പുള്ളിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ വളരെ ബാഡായിട്ട് ബാധിച്ചു. അങ്ങനെ കുബാസിയുടെ ഒരു കിഡിലൻ ഷോട്ടിൻ്റെ റീബൗണ്ടിൽ മിക്കേൽ മെറീനോ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-1 എന്നുള്ളൊരു സ്കോറിന് സ്പെയിൻ വിജയിച്ചു. ബെൽജിയം നമ്മൾ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമൊന്നും അല്ല. ഓക്കെ, സ്പെയിൻ വേഴ്സസ് ബെൽജിയം ചിലപ്പോൾ ഒരു 3-0 4-0 സ്പെയിൻ ഈസി ആയിട്ട് ജയിക്കുന്ന വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, ബെൽജിയം വളരെ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഈ ഒരു ടീമിന് കൊടുത്തു, സ്പെയിനിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാച്ചിൻ്റെ ഡോമിനേഷൻ കംപ്ലീറ്റ് സ്പെയിനിൻ്റെ കയ്യിലായിരുന്നു. പിന്നെ എൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. മാച്ചിൻ്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ എന്ന് പറയുന്നത് സ്പെയിനിൻ്റെ കയ്യിലായിരുന്നു. ആസ് യൂഷ്വൽ സ്പെയിന് കാപ്പവേഡയ്ക്കെതിരെ, സൗദി അറേബ്യക്കെതിരെ, ഉറുഗ്വേക്കെതിരെ, ഓസ്ട്രിയക്കെതിരെ, പോർച്ചുഗലിനെതിരെ, ഈ ഒരു ടീമുകൾക്കെതിരെ എങ്ങനെയാണോ സ്പെയിൻ പെർഫോം ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും പെർഫോം ചെയ്തു. ഈ ഒരു മാച്ചിൽ സ്പെയിനിൻ്റെ ആകെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത് പറഞ്ഞ് പെഡ്രിനെ ബെഞ്ച് ചെയ്തു, പകരം ഫാബിയൻ റൂയിസിനെ ആയിരുന്നു ഫസ്റ്റ് ഇനിങ്ങിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമ്പാക്ട് മാച്ചിൽ കാണാനുണ്ട്. ഓക്കെ, ലാഫ്വൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള കോച്ച് എന്തിനാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഇമ്പാക്ട് നമുക്ക് ഗ്രൗണ്ടിൽ കാണാനും സാധിച്ചു. ആദ്യത്തെ ഗോൾ വന്നത് ഫാബിയൻ റൂയിസിലൂടെയാണ്. പിന്നെ ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് ലമീൻ യമാലാണ്. നമ്മൾ പൊതുവെ സ്പെയിനിൽ ലമീൻ യമാലിൻ്റെ ഒരു എക്സ്ട്രാ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലുള്ള പെർഫോമൻസ് വളരെ കുറച്ച് സമയത്തേ കാണാറുള്ളൂ. ബാഴ്സയിൽ കാണുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റാറില്ല. കാരണം സ്പെയിൻ എന്ന് പറയുന്നത് ഒരു ടീം പെർഫോമൻസ്, ലാഫൻ്റെ ടീം എന്ന് പറയുന്നത് ഒരു ടീം പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെക്കാട്ടും കൂടുതൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ കുറച്ച് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നല്ലാതെ ആ ഒരാളെ ക്യാരി ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ള അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അവിടെ ഒരു ടീം പെർഫോമൻസ് ആണ് ഫുൾ ഓഫ് ചെയ്യുന്നത്. ഒരു ടീം കളി നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അത് തന്നെ പൊതുവെ നടക്കാറുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ മാച്ചിൽ കുറച്ചും കൂടി ലമീൻ യമാൽ കുറച്ചും കൂടി മുഴച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മൾ ബാഴ്സയിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് നല്ലപോലെ മുഴച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല കുറേ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് ബാക്ക് ഓഫ് ദ നെറ്റ് കാണാൻ പറ്റില്ല. പക്ഷേ 2 ഗോളിലും ലമീൻ യമാൽ, ആദ്യത്തെ ഗോളിൽ എസ്പെഷ്യലി ലമീൻ യമാലിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഈ ഒരു മാച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ ആദ്യം ഈ ഒരു ഫാബിയൻ റൂയിസ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ഒരു റിബൗണ്ടിൽ ഗോൾ കീപ്പർ കോർട്ടുവ സേവ് ചെയ്ത സാധനം ഫാബിയൻ റൂയിസിന് കിട്ടുന്നു. ഫാബിയൻ റൂയിസ് ഷോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. അതിൻ്റെ കൗണ്ടറായിട്ട് ബെൽജിയം 40-ാമത്തെ മിനിറ്റിൽ ഒരു ക്രോസിൽ ഒരു ഹെഡർ ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-1 എന്നുള്ള സ്കോർ വന്നു. സെക്കൻഡ് ഹാഫിൽ ഡോക്കുയിലൂടെ, ലുക്കാക്കിലൂടെ, കെവിൻ ഡുബ്രിയിലൂടെ ഇവരൊക്കെ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്ത് സ്പെയിനാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ്റെ കയ്യിലാണ് ഡോമിനേഷൻ, പൊസിഷനൊക്കെ സ്പെയിനിൻ്റെ കയ്യിലാണ്. ബെൽജിയത്തിൻ്റെ കയ്യിൽ അവർ കൗണ്ടർ അറ്റാക്കുള്ള പരിപാടികളാണ് അധികം ചെയ്തത്, ഡോക്കുയിലൂടെയും കെവിൻ ഡിബ്രൂയിനിലൂടെയും. സെക്കൻഡ് ഹാഫിൽ സ്പെയിൻ എന്ന് പറയുന്നത് അവർ ആസ് യൂഷ്വൽ എങ്ങനെയാണോ സാധാ കയ്യിൽ ബോൾ വെച്ച് റോഡിലൂടെ കൺട്രോൾ ചെയ്ത് അപ്പുറത്ത്, പിന്നെ പെട്രിനെയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി ഫാബിയൻ റൂയിസിലൂടെയും, പിന്നെ അതുപോലെ തന്നെ ബയേന, ഓയർസബാൽ, ലമീൻ യമാൽ ഇവരിലൂടെയൊക്കെ ഇങ്ങനെ ബോൾ പാസ് ചെയ്ത് കളിച്ച് അങ്ങനെ തന്നെ കളിച്ച് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന മിക്കേൽ മെറീനോ, പോർച്ചുഗലിനെതിരെയും ഇമ്പാക്റ്റ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന മിക്കേൽ മെറീനോ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് 82-ാമത് 83-ാമത്തെ മിനിറ്റിലോട്ട് കൊണ്ടുവന്നു. കുബാർസി ഒരു പവർഫുൾ ഷോട്ട് അടിച്ചു. അത് ഗോൾ കീപ്പറിനെ സേവ് ചെയ്തു. പക്ഷേ പുള്ളി കയ്യിൽ ഒതുക്കാൻ പറ്റിയില്ല. അത് നിക്കോ വില്യംസും മിക്കേൽ മെറീനോ ഓടി വരുന്നുണ്ടായിരുന്നു. 2 പേരിലും മിക്കേൽ മെറീനോ ആ ഒരു ഷോട്ട് അങ്ങോട്ട് എടുത്തു. ഓഫ് സൈഡ് ഒന്നുമല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫെയർ ഗോൾ. അങ്ങനെ ഗോളായി മാറുന്നത്. ഈ ഒരു മാച്ചിലും പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാനുണ്ട്. ഇറ്റ്സ് എ ട്രൂ റിയാലിറ്റി. അതായത് സെക്കൻഡ് ഹാഫിൽ റോഡ്രിഗയുടെ ഒരു ഹാൻഡ് ബോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും റഫറി കണ്ടിട്ടുണ്ട്. പക്ഷേ ചെക്ക് ചെയ്തില്ല, വാർ ചെക്ക് ചെയ്തില്ല. അത് ഒരു നോർമൽ പൊസിഷനിൽ നിൽക്കുന്നതാണ് എന്നൊക്കെയാണ് റഫറി പറയുന്നത്. കണ്ടിട്ട് നമുക്കും തോന്നുന്നുണ്ട് ഒരു നോർമൽ പൊസിഷനാണ്. പക്ഷേ ഇതൊരു സ്പെയിൻ ആയതുകൊണ്ട് ഇത്രയധികം ചർച്ചയായില്ല. അർജന്റീന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു. ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു മാച്ച്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അർജന്റീന വേഴ്സസ് ഈജിപ്ത് മാച്ചിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് താഴെ കുറേ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. കുറേ ആൾക്കാർ വിളിച്ചും പറയുന്നുണ്ട്, കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ കമൻറ്റ് ബോക്സിലും വരുന്നുണ്ട്. ഞാൻ യൂട്യൂബിലെ കാര്യമില്ല, യൂട്യൂബിൽ വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ. അപ്പോൾ അതിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമൻസുകൾ ഒരു 11-12-13 കമൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലും ഉള്ളതിൽ വെച്ചല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതിലൊക്കെ പറയുന്നത് നീ ഇപ്പോഴും ഒരു അർജന്റീന ഹൈറ്ററായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ഞാനത് പറയുന്നത് ഒരിക്കലും അവിടെ ഒരു അർജന്റീന ടീമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്, അർജന്റീന AFA ആ ഒരു ടീമിന് അതിന് ഫിഫനോട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്, അതൊന്നുമല്ല. അവർ ആദ്യത്തെ 2 ഗോൾ സ്കോർ ചെയ്ത് 2-0 സ്കോറിന് പിന്നിലാവുന്നു. ആദ്യത്തെ 2 പിന്നെ 2 തിരിച്ചടിക്കുന്നു. ആ 2 ഗോൾ വരെ ഫെയർ ആണ്.
അത് കഴിഞ്ഞിട്ട് മറ്റവരുടെ ആ ഒരു ഗോൾ ഡിസലവ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഇത് ഡിസലവ് ചെയ്തില്ല? അത് ഈ ഇൻകൺസിസ്റ്റൻസി ഓഫ് വാർ, വീഡിയോ അസിസ്റ്റന്റ് റഫറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനത്തിന് ഇൻകൺസിസ്റ്റൻസിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പരാഗ്വേ വേഴ്സസ് ജർമ്മനി മാച്ചിൽ രണ്ടാമത്തെ ആ ഒരു താൻ്റെ ഗോൾ അവർ ഡിസലവ് ചെയ്ത് വാർ, അത് അങ്ങനത്തെ കാര്യമൊക്കെ സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ചില സിറ്റുവേഷൻസിൽ അത് ആവുന്നില്ല. പക്ഷേ അത് അർജന്റീന പോലത്തെ ഒരു ടീം ആവുന്ന സമയത്ത്, അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ ഇതുപോലത്തെ ഒരു ടീം ആവുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഡിസ്കഷൻസിൽ വരും ആസ് യൂഷ്വൽ. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യും. നമുക്ക് അപ്പോൾ വേൾഡിൽ എത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ടീമല്ലേ, അപ്പോൾ അതിനെ വെച്ച് വരുന്ന സമയത്താണ് നമ്മളത് ഡിസ്കസ് ചെയ്യുക. അവിടെ ഒരിക്കലും ഞാനൊരു അർജന്റീന മറ്റേതായിട്ട് ഭയങ്കരമായിട്ട് ടൈപ്പ് ഉണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് അവിടെ അങ്ങനെ ഒരു ഫസ്റ്റ് ഫൗൾ വന്ന സമയത്ത് അർജന്റീനയുടെ ആയ സമയത്ത് റഫറി പെട്ടെന്ന് തന്നെ വാറിൻ്റെ മുന്നിൽ വന്ന് ചെക്ക് ചെയ്തു. മറ്റേത് ഓൾ ടീംസ്, ഈജിപ്ത് എല്ലാവരും വന്ന് അപ്പീൽ ചെയ്തിട്ടും റഫറി വാറ് ചെക്ക് ചെയ്യാൻ പോലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോലും തയ്യാറായില്ല. അപ്പോൾ അവിടെ ഒരു ഇൻജസ്റ്റിസ് നടന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കംപ്ലീറ്റ്ലി ഇൻകൺസിസ്റ്റൻസി ഓഫ് വാറിൻ്റെ കംപ്ലീറ്റ് ഇൻകൺസിസ്റ്റൻസിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ഈ ഒരു സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ചില മാച്ചിലുണ്ട്, ചില മാച്ചിലില്ല. ചിലത് പറയും അത് ഫൗളൊന്നും അല്ല, ചിലത് പറയും അതൊക്കെ ഫൗളാണ്. വിനീഷ്യസ് ജൂനിയറിൻ്റെ സ്കോട്ട്ലൻഡിനെതിരെ ഒരു രണ്ടാമത്തെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, അതൊരു ചെറിയൊരു കോൺടാക്ട് ഉള്ളില്ല, അതിനൊക്കെയാണ് അത് ഡിസലവ് ചെയ്ത് കളഞ്ഞത്. പിന്നെ പരാഗ്വേ വേഴ്സസ് ഫ്രാൻസ് മാച്ചിൽ പരാഗ്വേ എജ്ജാതി ചെണ്ട കളിയാണ് കളിച്ചത്, ഒരു യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല. പിന്നെ അതുപോലെ ഈജിപ്ത് വേഴ്സസ് അർജന്റീന മാച്ചിൽ ഈ അർജന്റീനക്ക് ഒറ്റ യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല. ഈജിപ്ത്യൻ പ്ലേസിനാണെങ്കിൽ ചെറിയ ഫോൾ കൊടുത്താൽ അതിനൊക്കെ യെല്ലോ കാർഡ് കൊടുക്കുക. അങ്ങനെ കുറേ ഇൻസിഡൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇൻകൺസിസ്റ്റൻസി ഓഫ് റഫറിങ് ഡിസിഷൻ, ഇൻകൺസിസ്റ്റൻസി ഓഫ് വാർ എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. ഈ ഒരു മാച്ചിലായാലും മറ്റേ ആ റോഡറിൻ്റെ ആ ഒരു ഹാൻഡ് ബോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടീമാണ് ചിലപ്പോൾ മേ ബി കൊടുത്തേനെ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ടു ബി ഫ്രാങ്ക് പറയാലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കണ്ടന്റ് ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.